അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാട്ടോ. അപ്പോൾ വീക്കെൻഡിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിലൊരു അടിപൊളി റെസിപ്പി കാണിക്കുന്നുണ്ട്. അടിപൊളി ഒരു ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ചൊരു ഡിഫറൻസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ അബുദാബി ഒരു വാട്ടർ പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ആട്ടോ ആക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഹോട്ട് ഡോഗ്സും പിന്നെ അതേപോലെ തന്നെ ഹോട്ട് ഡോഗ് ബൺസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ അധിക ദിവസം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഒന്നാമത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിൽക്കലില്ല, നേരത്തെ പോവും, അപ്പോൾ എന്നെ വിളിക്കില്ല. പിന്നെ നമ്മൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. അപ്പം ഞാൻ മാത്രമല്ലേ കഴിക്കാണ്ടാവുള്ളൂ. പിന്നെ മോൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആക്കി കൊടുക്കലാണ്. അതുകൊണ്ട് ഇപ്പോൾ രാത്രി ഡിന്നറിനാണ് അധികം സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. മോൾക്ക് വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കി കൊടുത്ത്. അപ്പോൾ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ബുൾസൈ ആക്കിയിട്ട് അതും കൂട്ടിയിട്ടാട്ടോ കൊടുക്കാറ്. ദോശയായാലും ഇടിയപ്പായാലൊക്കെ അങ്ങനെ കഴിക്കാൻ അവൾക്ക് കുഴപ്പമില്ല. അപ്പം കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ കറി ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നത്. പിന്നെ ആ ഒരു മുട്ടയും വയറ്റിലായി കിട്ടുമല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ് ഇവിടെ ഒരു വാട്ടർ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഖലീഫ പാർക്കിൽ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കുട്ടികളുടെ വാട്ടർ പാർക്കാട്ടോ. അപ്പോൾ മോൾ ഇതേവരെ വാട്ടർ പാർക്കിലൊന്നും പോയിട്ടില്ല. കാരണം ചെറുതാകുമ്പോഴൊന്നും നമ്മളങ്ങനെ കൊണ്ടുപോകില്ലല്ലോ. പിന്നെ നാട്ടിലായാലും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. അപ്പം വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അവളുടെ സ്വിമ്മിങ് ഡ്രസ്സും പിന്നെ കുറച്ച് ഡയപ്പറും സൺസ്ക്രീനും എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം നമുക്കിവിടെ അടുത്താണ്. അപ്പോൾ ഈ ഒരു പാർക്ക് വരുന്നത് ഖലീഫ പാർക്കിൻ്റെ ഉള്ളിലാട്ടോ ഈ ഒരു വാട്ടർ പാർക്ക് വരുന്നത്. അപ്പം നമ്മൾ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഉച്ച സമയത്തായിട്ടാണ് പോയത്. പക്ഷേ ആ ഒരു ഉച്ച സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊരു സാറ്റർഡേ പോയത്, ചിലപ്പം വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് 70 ദിറംസ് ആട്ടോ. കുട്ടികൾക്കാണെങ്കിലും അഡൾട്ട്സിനാണെങ്കിലും ഒക്കെ 70 ദിറംസ് തന്നെയാണ് വരുന്നത്. സാധാരണ നമ്മൾ കുട്ടികളുടെ കൂടെ കയറുമ്പോൾ സാധാരണ അഡൾട്ട്സിന് അങ്ങനെ ടിക്കറ്റ് ഉണ്ടാവാറില്ല. ഇവിടെ അഡൾട്ട്സിനും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പം വെള്ളത്തിൽ ഇറങ്ങിയാലും ഇല്ലെങ്കിലൊക്കെ നമുക്കും ടിക്കറ്റ് കൊടുക്കണം. ഒരുപാട് റൈഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് റൈഡുകൾ പിന്നെ അവർക്ക് പറ്റുന്ന സ്ലൈഡ്, പൂള്, ചെറിയൊരു ബോട്ടിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിനി വാട്ടർ പാർക്കായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് നമുക്ക് റൈഡ്സിലൊന്നും നമുക്കൊന്നും കയറാൻ പറ്റില്ല. പിന്നെ അവർ നമുക്കും ഈ ഒരു ടിക്കറ്റ് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം അഡൾട്ട്സിനും കുട്ടികളുടെ അതേ റേറ്റിൽ ടിക്കറ്റ് വരുന്നുണ്ട്. എന്നാൽ റൈഡ്സിലെല്ലാം കുട്ടികൾക്ക് മാത്രമേ പോകാനും പറ്റുള്ളൂ കേട്ടോ. ആകെ എനിക്ക് തോന്നുന്നു പൂളും ലേസി റിവറും മാത്രമാണ് നമുക്കും പോകാൻ പറ്റുക. ബാക്കിയെല്ലാം കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ.
എന്തായാലും മോള് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ പാർക്കിൽ പോകുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആദ്യത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ പോകാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം താഴെ നടക്കുമ്പോഴൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്ലൈഡും കാര്യങ്ങളും ഒക്കെ വരുന്ന ആ ഒരു ഏരിയ പിന്നെ കുറച്ച് ഷെയ്ഡഡ് ആയിരുന്നു കേട്ടോ. അവിടെ മുകളിൽ കവറിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആവും തോറും തിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരു വൺ ടൈം പോകാനൊക്കെ ഓക്കെ ആട്ടോ. കാരണം കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ കുറച്ചധികം തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ കുറച്ച് നേരമെല്ലാം കളിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് സൗകര്യമുണ്ട് കേട്ടോ. റൂമെല്ലാം ഉണ്ട്, ചേഞ്ചിങ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു 4:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം പിന്നെ തിരക്ക് കൂടുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ നജീദ് പാലസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ഇതാവും. പിന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു ക്ഷീണമാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്തുള്ള അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. പിന്നെ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറച്ചിപ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഫ്രീസറിൽ. ഞാൻ ബീഫെല്ലാം ഞാൻ ഓൾറെഡി കഴുകി വെക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ കഴുകിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് അങ്ങനെ വേണ്ടത് ഇങ്ങനെ ഓരോ പാക്കറ്റിലാക്കി വെക്കാറാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഇന്ന് ഇറച്ചിപ്പുട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് സാധാ ഒരു ഇറച്ചിപ്പുട്ടല്ല കേട്ടോ, കുറച്ചൊരു ഡിഫറൻസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. കാരണം ബീഫാണല്ലോ വേവാൻ വേണ്ടി ടൈം എടുക്കുക. പുട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീഫിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ബീഫിൻ്റെ ഒരു മസാല ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ബീഫിൻ്റെ മസാലക്കുള്ള ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്കൊരു ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുക്കണം. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക ആ ബീഫ് വേവുന്ന സമയം കൊണ്ട്. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഉള്ളിയും പിന്നെ ഒരു അര തക്കാളിയും ഒരു 3 പച്ചമുളകൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചട്നി വേണം. അപ്പോൾ അതും റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളിയും വറ്റൽമുളകും തേങ്ങയും ഉപ്പും ചേർത്തിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ചമ്മന്തി കേട്ടോ.
ഇങ്ങനെ ചമ്മന്തി റെഡിയായി. അപ്പോൾ ചമ്മന്തി റെഡിയായി കഴിഞ്ഞപ്പം എനിക്ക് കളറ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു പച്ചത്തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ മിക്സിയിൽ തേങ്ങ അരക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ ഭയങ്കര ഇതായി പോകുമല്ലോ. അപ്പോൾ അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചത്തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ബീഫെല്ലാം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഒരു ബീഫിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പുട്ടൊന്ന് നനച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് വരണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട ഒരു നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ബീഫിൽ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റോക്കിൽ കിടന്നിട്ട് ഈ ഒരു ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരണം കേട്ടോ. എന്നിട്ട് ആ കുക്ക് ചെയ്ത ബീഫ് ഞാനൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കെല്ലാം ഇപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ഉടച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്തൊന്നും നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കില്ല. കാരണം നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പൊടികൾ തന്നെ മതി. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവസാനം നമ്മൾ ബീഫെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുകി ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലേൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. കാരണം ഫുള്ള് നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്ത് അത് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോഴേക്കും തന്നെ പുട്ടിൻ്റെ പൊടിയെല്ലാം നല്ല റെഡി ആയിട്ട് നല്ല വെള്ളമെല്ലാം കുടിച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് ലെയർ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതാട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്കിങ്ങനെ ലെയർ ചെയ്യാൻ സുഖമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തേങ്ങ ഇടുന്നതിന് പകരം നമ്മൾ ആ ഒരു തേങ്ങ കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാണ്ട് കുത്തി നിറക്കരുത്. അപ്പം പിന്നെ നമുക്ക് ആവി വരാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് ലൂസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും പുട്ടിൻ്റെ പൊടിയും ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ലെയറാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് നോർമൽ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുട്ട് പിന്നെ നമുക്കറിയാമല്ലോ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ബീഫിൻ്റെ മസാലയൊക്കെ അല്ലേ ആക്കി വെക്കുന്നത്. പിന്നെ ആ ഒരു ചമ്മന്തിയുടെ ഫ്ലേവറും കൂടി വരുമ്പം ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. സാധാ നമ്മൾ ഇറച്ചിപ്പുട്ട് കഴിക്കുന്ന പോലെയല്ല, ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലെയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ.
നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറച്ചിപ്പുട്ടൊക്കെ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചമ്മന്തി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. കാരണം കാണാൻ കുറച്ചും കൂടി ഒരു നല്ല ഭംഗി ഉണ്ടാവും. കാണാൻ ആ മുകളിൽ ആ ഒരു ചുവന്ന ചമ്മന്തിയൊക്കെ വരുമ്പം കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇക്കാക്ക് താഴെ ATM ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോളും കൂടി പോയി. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, നമുക്ക് നടക്കാനേ ഉള്ളൂ. മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞാൽ. കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ. ലോലിപോപ്പ് കിട്ടിയോ? അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.